ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ദിവസം മുന്നത്തെ വ്ളോഗാണ് ഇപ്പോഴാണ് എഡിറ്റ് ചെയ്തിടുന്നത്. മോൻ്റെ ബർത്ത്ഡേക്ക് ആയിട്ട് കുറച്ച് തിരക്കിലായിരുന്നു. അപ്പം നമ്മൾ മോൻ്റെ പേരിൽ കുറേ വഴിപാടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് തീർക്കാൻ വേണ്ടി വന്നതാണ്. ബർത്ത്ഡേക്ക് മുന്നേ തീർക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് കേട്ടോ. അപ്പം നമ്മൾ പോയത് തൃശ്ശൂർ മാരിയമ്മൻ കോവിലാണ് കേട്ടോ. അവിടെ ഉണ്ണിക്ക് നാരങ്ങമാല ചാർത്താനുണ്ടായിരുന്നു. അപ്പം അത് ചെയ്തു. പിന്നെ അവിടെ വേറെ വഴിപാടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, ഇത് തന്നെ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് ചെയ്തു. പിന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ എനിക്ക് വഴിപാടുണ്ടായിരുന്നു. അതൊക്കെ 5 മാസം മുന്നേ അങ്ങനെ വന്നിട്ട് ചെയ്തായിരുന്നു കേട്ടോ. അപ്പം അത് ചെയ്തു. എനിക്കിവിടെ വരാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മാരിയമ്മൻ കോവിൽ ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര വിശ്വാസമാണ്. അവിടെ വരാനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ പോണത് ഗുരുവായൂരമ്പലത്തിലും പിന്നെ ആവണിങ്ങാടും അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ കൂടുതൽ പോവാറ്. അങ്ങനെ ഒരുപാട് അമ്പലത്തിലൊന്നും പോവാറില്ല. ഈ 3 അമ്പലങ്ങളിലും നമ്മൾ ഇടയ്ക്ക് പോവാറുണ്ട് കേട്ടോ. അങ്ങനെ അവിടെ പ്രാർത്ഥിച്ചു തൊഴുതു. ഇവിടെ കുറേ നേരം സ്പെൻഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. ഞാൻ പറഞ്ഞ പോലെ മാരിയമ്മൻ കോവിൽ ആദ്യമായിട്ടാട്ടോ വരണത്. അപ്പം അങ്ങനെ തൊഴുതു ഇറങ്ങി. ഇനി നെക്സ്റ്റ് നമ്മൾ പോണത് ആവണങ്ങാടാണ് കേട്ടോ. പോണ വഴിക്ക് നമ്മുടെ കയ്യിൽ പൈസ കാലിയായിട്ടോ. അപ്പോൾ പിന്നെ അക്കൗണ്ടിൽ നിന്ന് എടുക്കാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോണ വഴിക്ക് തന്നെ അവിടെ ഒരു ATM കയറിയിട്ടെടുത്തു. ഞാൻ ഏട്ടനോട് ഇറങ്ങണ്ടെന്ന് പറഞ്ഞു കേട്ടോ. ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ 3 ആളും പിടിച്ച് കയറണം. അപ്പോൾ പൈസ ഒക്കെ എടുത്തു പോന്നു. ഇതാണ് കേട്ടോ അമ്പലത്തേക്ക് പോണ വഴി. ഇതിൽ കൂടെ നടന്നു പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇത്തവണ നമ്മൾ ബൈക്കിലാണ് വന്നത്, നമ്മൾ ബസ്സിലാണ് കേട്ടോ വരാറ്. എനിക്ക് എന്താ പറയുക, ലോങ്ങൊക്കെ പോകുമ്പോൾ ബസ്സിന് പോകാനാണ് താല്പര്യം. എനിക്ക് പേടിയാണ് കേട്ടോ ഉണ്ണീനെ കൊണ്ട് ബൈക്കിൽ പോകാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ പോയി വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. കുറേ പേര് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു കേട്ടോ, കുറേ പേര് നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരുടെ മുന്നിലൊക്കെ വെച്ച് വീഡിയോ എടുക്കാൻ ചമ്മലാണ് കേട്ടോ. അപ്പം അങ്ങനെ കിയാനെയും കൊണ്ട് 2ാമത്തെ പ്രാവശ്യം ഉണ്ടാണ് ഇങ്ങോട്ട് വരണേ. അപ്പോൾ ആദ്യം വന്നപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. പിന്നെ ഇപ്രാവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കാനൊന്നും നിന്നില്ല കേട്ടോ. തിരക്കും ഉണ്ടായിരുന്നില്ല, എന്നാൽ നമ്മൾക്ക് വന്നിട്ട് കുറേ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം വേഗം പോന്നു കേട്ടോ തൊഴുതിട്ട്. അവിടെ ചെന്ന് ഇതാണ് കേട്ടോ അമ്പലം. അടിപൊളി വൈബാണ് കേട്ടോ അവിടെ. എനിക്കിത് ഇവിടെ വരാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞങ്ങൾ കയറി തൊഴുതിറങ്ങിയപ്പോൾ നമ്മൾ രമ്യ പണിക്കരെ കണ്ടായിരുന്നു കേട്ടോ ബിഗ് ബോസിലെ. അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല. നമ്മൾ സെലിബ്രിറ്റീസിനൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു ഇതാട്ടോ. അപ്പോൾ അങ്ങനെ അവരൊക്കെ കണ്ടു. അവിടെ നിന്ന് തൊഴുതിറങ്ങിയിട്ട് നമ്മൾ തിരിച്ച് നടന്നിട്ട് കുറേ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തായിരുന്നു. ഏട്ടൻ പറഞ്ഞാൽ അങ്ങനെ നടക്കാമെന്ന്, ഞാൻ പറഞ്ഞു ഇങ്ങനെ നടക്കാമെന്നിട്ട് പോകുന്നുണ്ട്. പിന്നെ വരണ വഴിക്ക് എൻ്റെ ചെരുപ്പ് പൊട്ടിയായിരുന്നു. അപ്പോൾ ചെരുപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് അവിടെ നല്ല കടയായിരുന്നു കേട്ടോ. കാഞ്ഞാണിയിൽ തന്നെ ഒരു എന്താ പറയുക നല്ല വില കുറവുള്ള കടയാണ്. അപ്പോൾ അവിടെ നിന്ന് ഞാനൊരു ഷൂ മേടിച്ചു. 200 രൂപ ഉണ്ടായുള്ളൂ കേട്ടോ ഇതിന്. അപ്പോൾ ഒരു ചെരുപ്പ് വാങ്ങുന്ന പൈസ ആയിട്ടില്ലല്ലോ എന്ന് വിചാരിച്ച ഒരു ചെരുപ്പും കൂടെ വാങ്ങിച്ചായിരുന്നു കേട്ടോ. അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങിച്ചു. പിന്നെ അവിടെ നിന്ന് തിരിച്ച് പോരുന്ന വഴി സ്വാതന്ത്ര്യദിനത്തിൻ്റെ അന്നാണ് കേട്ടോ നമ്മൾ പോയത്. അപ്പോൾ അവിടെ ഇങ്ങനെ പോകണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ അടുത്ത് പായസം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പായസം വാങ്ങാൻ ഒരാൾ പോയിട്ട് വരണ വഴിയായിട്ടത് അവിടുന്നേ കുടിച്ചിട്ട് വരികയാണ് കേട്ടോ ആൾ. അങ്ങനെ എനിക്കുള്ള പായസം കൊണ്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് വേണ്ടാന്ന്. അപ്പോൾ സേമിയ ആയതുകൊണ്ട് എടുത്തതാണെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു കേട്ടോ. എനിക്ക് അങ്ങനെ ഞാനിങ്ങനെ പുറത്തുനിന്നൊന്നും കഴിക്കാറില്ല കേട്ടോ. അപ്പോൾ ആൾ പായസം കൊണ്ടുവന്ന് സേമിയ ആയതുകൊണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ അത് ഞങ്ങൾ കുടിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങി വീട്ടിൽ വന്നു. ഉപ്പുമാവുണ്ടാക്കി കഴിച്ചു. എന്താ പറയുക, അമ്പലത്തിൽ പോയി വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക വൈബാണ് കേട്ടോ. അങ്ങനെ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കഴിച്ചു. ഗൈസ് ഇത്രേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ഇനി എന്തെങ്കിലും വീഡിയോ നിങ്ങൾക്ക് വല്ല സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ. ഇന്ന വീഡിയോ ചെയ്യണം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, ഞാൻ ചെയ്യാം. പിന്നെ എന്താ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. ലോങ് വീഡിയോ എന്താ ചെയ്യേണ്ടതെന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാൻ വരെ. ടാറ്റാ ബൈ.